الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وهو الذي جعلكم خلائف الأرض ورفع بعضكم فوق بعض درجات ليبلوكم فيما آتاكم إن ربك سريع العقاب وإنه لغفور رحيم സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന് ഓർമ്മിപ്പിക്കുന്നു. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം നയിച്ച് കുറ്റമറ്റ വിശ്വാസികളും വിശ്വാസിനികളുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് ഏവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സൂറത്തുൽ അൻആം വിശുദ്ധ ഖുർആനിലെ 6-ാമത്തെ അധ്യായം, അതിലെ ഏറ്റവും അവസാനത്തെ വചനം അഥവാ 165-ാമത്തെ വചനമാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. വഹുവല്ലദീ ജഅലക്കും ഖലായിഫൽ അർദ്, അവനാണ് നിങ്ങളെ ഭൂമിയുടെ പിന്തുടർച്ചാവകാശികളാക്കിയവൻ. വറഫഅ ബഅദക്കും ഫൗഖ ബഅദിൻ ദറജാത്ത്, എന്നിട്ട് നിങ്ങളിൽ ചിലർക്ക് ചിലരേക്കാൾ അവൻ ഉയർന്ന പദവികൾ നൽകുകയും ചെയ്തു. ലിയബ്ലുവക്കും ഫീമാ ആതാക്കും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്താണോ നൽകിയിരിക്കുന്നത് അതിൽ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി. ഇന്ന റബ്ബക സരീഉൽ ഇഖാബ്, തീർച്ചയായും നിന്റെ റബ്ബ് ശിക്ഷാ നടപടികൾ വേഗം സ്വീകരിക്കുന്നവനാകുന്നു. വഇന്നഹു ലഗഫൂറുർ റഹീം, തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനും കരുണയുള്ളവനുമാകുന്നു. ഇതാണ് ഈ വചനത്തിന്റെ സാരം. ഒരു തലമുറയ്ക്ക് ശേഷം മറ്റൊരു തലമുറയായി, ഒരു സമുദായത്തിന് ശേഷം മറ്റൊരു സമുദായമായി നിങ്ങളെ ഭൂമിയിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നവരാക്കിയത് അഥവാ അവകാശികളാക്കിയത് അള്ളാഹു ആകുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ
എല്ലാവരെയും ഒരേ നിലവാരത്തിലുള്ളവരുമായിട്ടല്ല ആക്കിയിരിക്കുന്നത്. ബുദ്ധി, അറിവ്, കഴിവ്, പ്രാപ്തി, രൂപം, നിറം, സമ്പത്ത്, തൊഴില്, പദവി, സ്ഥാനം തുടങ്ങിയവയിലും നടപടിക്രമങ്ങളിലുമെല്ലാം ചിലർക്ക് ചിലരേക്കാൾ ഉയർന്ന പദവി അള്ളാഹു നൽകുകയും ചിലരെ താഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് എന്നാണ് മൂന്നാമത് പറയുന്നത്. ഇത് ഉയർന്നവർ പെരുമ നടിക്കാൻ വേണ്ടിയോ താഴുന്നവർ കണ്ണീര് കുടിച്ച് മോശക്കാരായി തീർക്കാനോ വേണ്ടിയല്ല. ഓരോരുത്തർക്കും ലഭിച്ച ഇത് എന്താണോ അതിൽ അത് ഉയർന്നവനായിരുന്നാലും താഴ്ന്നവനായിരുന്നാലും അവര് എങ്ങനെ അതിനെ വീക്ഷിക്കുന്നു, എങ്ങനെ അതിനോട് വർത്തിക്കുന്നു, എങ്ങനെ തന്റെ ജീവിതത്തിൽ അതുമായി ബന്ധപ്പെടുത്തി അത് ഉൾക്കൊള്ളുന്നു എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ലിയബ്ലുവക്കും വല്ലാത്ത ഒരു വാക്കാണ്. തന്നെയുമല്ല, എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരേപോലെ ഉള്ളവരാണ് എങ്കിൽ, ഒരേ പദവിയിലുള്ളവരാണ് എങ്കിൽ, ഒരേ രൂപത്തിലുള്ളവരാണ് എങ്കിൽ പ്രപഞ്ചത്തിന്റെ സമതുലിതാവസ്ഥയ്ക്ക് തന്നെ അത് ഹാനികരമാവും. അതുകൊണ്ടാണ് ഈ വൈവിധ്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളുകയും സൃഷ്ടിപ്പിൽ തന്നെ മനുഷ്യരിൽ തന്നെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്നിവേശിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടി സുവ്യക്തമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് 43-ാം അധ്യായമായ സുഖ്റുഫിലെ 32-ാമത്തെ വചനത്തിലൂടെ. സമ്പത്തോ പ്രതാപമോ ഇല്ലാത്ത, പദവികളൊന്നുമില്ലാത്ത മുഹമ്മദ് എന്ന് പറയുന്ന ഈ വ്യക്തി അല്ല പ്രവാചകത്വത്തിന് അർഹതയുള്ളവൻ. മക്കയുടെയോ തായിഫിന്റെ ഇടയിലുള്ള പൗരപ്രമുഖന്മാരാൽപ്പെട്ട ആരെങ്കിലും ഒരാളെ ആയിരുന്നു പ്രവാചകനായി തെരഞ്ഞെടുക്കേണ്ടിയിരുന്നത് എന്ന് ഖുറൈശികളിൽ ചിലർ വാദമുന്നയിച്ചപ്പോൾ ആ വാദത്തിന് മറുപടി നൽകിക്കൊണ്ടാണ് ഈ വചനം. പക്ഷേ ഒരു പൊതു തത്വമാണ്. ആ വചനം ഇങ്ങനെയാണ്: അഹും യഖ്സിമൂന റഹ്മത റബ്ബിക്. അവരാണോ നിന്റെ രക്ഷിതാവിന്റെ കാരുണ്യത്തെ, അനുഗ്രഹത്തെ ഓഹരി വെച്ചു കൊടുക്കുന്നവർ? ഇവരാണോ? അല്ലാത്ത ഒരു ചോദ്യമാണ്. അള്ളാഹുവിന്റെ കാരുണ്യം ആർക്കൊക്കെ എങ്ങനെ ലഭിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇവരൊക്കെയാണോ, അല്ലെങ്കിൽ നമ്മളൊക്കെയാണോ എന്ന് നമ്മളോട് ചോദിച്ചു നോക്കുക. ഇവർക്കാണോ അതിനുള്ള അവകാശം? വനഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയ. ഐഹിക ജീവിതത്തിൽ അവരുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് അവർക്കിടയിൽ നാം ആണ് ഓഹരി വെച്ച് തീരുമാനിച്ചിട്ടുണ്ടാവുക. അതനുസരിച്ച് ഉണ്ടാവും. എന്നിട്ട് നാം അവരിൽ ചിലർക്ക് ചിലരേക്കാൾ പടവുകൾ, പദവികൾ നാം ഉയർത്തുകയും ചെയ്തു. എന്തിന്? ലിയത്തഖിദ ബഅ്ദുഹും ബഅ്ദൻ സുഖരിയൻ. അവരിൽ ചിലർ കീഴാളരാക്കി വെക്കാൻ വേണ്ടി. ലിയത്തഖിദ ബഅ്ദുഹും ബഅ്ദൻ സുഖരിയൻ വറഹ്മത്തു റബ്ബിക ഖൈറും മിമ്മാ യജ്മഊൻ. നിന്റെ രക്ഷിതാവിന്റെ കാരുണ്യമാണ് അവർ ഒരുമിച്ച് കൂട്ടുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമായത് എന്നാണ് അവിടെ പറയുന്നത്. ഈ 2 വചനങ്ങളാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിലെ അവന്റെ എല്ലാ കാര്യങ്ങളിലും, ഏത് മേഖലകളിലുമുള്ള വൈവിധ്യങ്ങളെ കുറിച്ച് എടുത്തു പറയുന്ന വിശുദ്ധ ഖുർആനിലെ 2 വചനങ്ങൾ. ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ചു, ഒരു വീട്, ആ വീടിനൊരു ഗൃഹനാഥൻ ഉണ്ടാവും, അതിന്റെ കീഴിൽ കുറച്ച് ആളുകൾ ഉണ്ടാവും, ഭാര്യയോ മക്കളോ ആരൊക്കെയാന്ന് വെച്ചാൽ അവരൊക്കെ ഉണ്ടാവും. എല്ലാവരും അങ്ങ് ഗൃഹനാഥനെ പോലെ ആകണം, ഗൃഹനാഥനാണ് എന്ന് വിചാരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? നമ്മൾ നമ്മുടെ വീടിനെ കുറിച്ച് തന്നെ ചിന്തിച്ചു നോക്കുക. അതുപോലെ തന്നെ ഒരു ഓഫീസ്, ആ ഓഫീസിൽ ഒരു മേധാവി ഉണ്ടാകും, അതിന്റെ താഴെ ഒരു സൂപ്രണ്ട് ഉണ്ടാകും, പിന്നെ നമ്മൾ അങ്ങനെ താഴോട്ട് വന്നാൽ ക്ലർക്കുമാരുണ്ടാകും, പ്യൂൺമാരുണ്ടാകും, സ്വീപ്പർമാരുണ്ടാകും, ഇങ്ങനെ പലരും ഉണ്ടാകും. ഒരു ചെറിയ സ്കൂളോ ഓഫീസോ എന്തോ ആയിക്കോട്ടെ, അതുണ്ടാവും. ഇതിന്റെ മേധാവിയായ ആള് സ്വീപ്പറിനെ പോലെ ആകണമെന്നും സ്വീപ്പർ ഞാൻ മേധാവിയാണെന്ന് വിചാരിക്കുകയും ചെയ്താലുള്ള അവസ്ഥ എന്തായിരിക്കും? ഈ വൈവിധ്യം ആ ഓഫീസിൽ ഉണ്ടെങ്കിലേ ആ ഓഫീസിന്റെ പ്രവർത്തനം സ്മൂത്തായി മുന്നോട്ട് പോവുകയുള്ളൂ. ഒരു ഫാക്ടറി, ആ ഫാക്ടറിയിൽ
ഒരുപാട് കോടിക്കണക്കിന് രൂപ മുടക്കുന്ന ഒരു തൊഴിലുടമ ഉണ്ടാവും. അദ്ദേഹം നിശ്ചയിക്കുന്ന അദ്ദേഹത്തിന്റെ കീഴിൽ പല തലങ്ങളിൽ തസ്തികകളിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരുണ്ടാവും, തൊഴിലാളികൾ ഉണ്ടാവും. തൊഴിലാളികൾക്കെല്ലാം കൂടി ഞാൻ ഈ തൊഴിലുടമയുടെ പദവിയിലാണ് അല്ലെങ്കിൽ അതാണ് ഞാൻ എന്നങ്ങോട്ട് വിചാരിച്ചാൽ ആ ഫാക്ടറിയുടെ അവസ്ഥ എന്താവും? വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഓർമ്മപ്പെടുത്തുന്ന കാര്യം, ഈ വൈവിധ്യങ്ങൾ, ഒരാൾ മുകളിൽ ഒരാൾ താഴെ ഉണ്ടാകേണ്ടത് മനുഷ്യന്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമാണ് എന്നാണ് പറയുന്നത്. അതെന്തിനാണെന്നും കൂടി പറഞ്ഞു തന്നു. ആർക്കെങ്കിലും ഊറ്റം കൊള്ളാനോ ആരെങ്കിലും മോശക്കാരാണെന്നോ വരുത്താൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഓരോരുത്തർക്കും എന്താണോ കിട്ടുന്നത് അത് അവരെന്ത് ചെയ്യുന്നു എന്ന് അള്ളാഹു നോക്കും, പരീക്ഷിക്കും. ആ പരീക്ഷണത്തിൽ എല്ലാവർക്കും വിജയിക്കാനാകണം. ഇതാണ് ഈ വചനത്തിന്റെ വ്യക്തമായ സന്ദേശം. ഇവിടൊക്കെ തന്നെ നാം മനസ്സിലാക്കുന്നത് ഈ വൈവിധ്യം, ഈ ഏറ്റപ്പറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊരു പരസ്പരം സംഘർഷത്തിന്റെയോ സംഘട്ടനത്തിന്റെയോ മേഖലയാക്കി തീർക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് സഹകരണത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും അടിസ്ഥാനത്തിലാകണം പോകേണ്ടത്. പരസ്പരം വിശ്വസ്തത പുലർത്തണം, അതുപോലെ തന്നെ പരസ്പരം ബാധ്യതകൾ നിർവഹിക്കണം, ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കണം. അപ്പോൾ അത് വളരെ സ്മൂത്തായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതാണ് ഈ രണ്ട് വചനങ്ങൾ നൽകുന്ന സാരം. ഇവിടെ പൊതുവെ നമ്മൾ കാണുന്നപ്പോ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് അന്താരാഷ്ട്ര തൊഴിലാളി ദിനമാണ്. തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങളെ കുറിച്ചും അവർ ചൂഷണം ചെയ്യപ്പെട്ടപ്പോൾ ആ ചൂഷണത്തിനെതിരെ പോരാടി ഒരുപാട് രക്തം ചിന്തി നേടിയെടുത്ത അവരുടെ അവകാശങ്ങളെ കുറിച്ച് അവർ ഓർക്കുന്ന അല്ലെങ്കിൽ അനുസ്മരിക്കുന്ന ഒരു ദിവസം ആഗോളാടിസ്ഥാനത്തിൽ എന്നാണല്ലോ അതിനെക്കുറിച്ച് കണക്കാക്കപ്പെടുന്നത്. ഇന്ന് എങ്ങനെയാണ് എന്നുള്ളത് വേറെ വിഷയം. അങ്ങനെയാണ് അതിന് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ദിവസത്തിൽ പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ രണ്ട് വചനങ്ങൾ കേൾപ്പിച്ച അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഇതുണ്ടാകും മനുഷ്യരിൽ. തൊഴിലുടമ ഉണ്ടാകും, തൊഴിലാളി ഉണ്ടാകും, ജോലി കൊടുക്കുന്നവനുണ്ടാകും. അത് സർക്കാരായിരിക്കും, അർദ്ധ സർക്കാരായിരിക്കും, വ്യക്തികളായിരിക്കും, അവരുടെ കീഴിൽ ജോലി ചെയ്യുന്നവരുണ്ടാകും. ഇവർ തമ്മിൽ എങ്ങനെയായിരിക്കണം, ഇവർ തമ്മിലുള്ള ബന്ധം എന്ത്, എങ്ങനെ പോകണം അവർ ഈ സമൂഹത്തിൽ എന്ന് കൃത്യമായ കാഴ്ചപ്പാട് പരിശുദ്ധ ഇസ്ലാം ഈ തൊഴിലാളി ദിനമൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം. ഇതിൽ ഏറ്റവും പ്രധാനമായി ഒന്ന് രണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, ഒന്ന്, ജോലി ചെയ്ത് തൊഴിൽ ചെയ്ത് ജീവിക്കുക എന്നുള്ളത് ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്. മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുക, തട്ടിപ്പും വെട്ടിപ്പും നടത്തി ജീവിക്കുക, ഈ ശൈലിയോട് ഒരു യോജിപ്പും പരിശുദ്ധ ഇസ്ലാമിനില്ല. അത് അംഗീകരിക്കുന്നുമില്ല, അതിനെ അങ്ങേയറ്റം നിരുത്സാഹപ്പെടുത്തുന്നു. ഇതാണ് ഒന്ന് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കച്ചവടമാണെങ്കിൽ കച്ചവടം, കൃഷിയാണെങ്കിൽ കൃഷി, ജോലിയാണെങ്കിൽ ജോലി. അത് ഗവൺമെന്റ് ജോലിയാകാം, അർദ്ധ ഗവൺമെന്റ് ജോലിയാകാം, അല്ലാതെ വ്യക്തിപരമായ നിലയിൽ ആരെങ്കിലും നൽകുന്ന ജോലിയാകാം. എന്തായിരുന്നാലും ശരി, അങ്ങനെ കൃഷി ചെയ്തോ ജോലി ചെയ്തോ അധ്വാനിച്ച് ജീവിക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ സന്ദേശമാണ്. ഇതിന് വിരുദ്ധമായി വരുന്ന ഒന്നിനെയും അത് അംഗീകരിക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുൽക്ക് 67-ാം അധ്യായം മിക്കവാറും എല്ലാവർക്കും ബൈഹാർട്ടുള്ളതാണത്. ആ സൂറത്തിലെ 15-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത്, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂല, അള്ളാഹുവാണ് നിങ്ങൾക്ക് ഭൂമിയെ വിധേയമാക്കി തന്നത്. എന്നിട്ട് എന്ത് പറയുന്നു? ഫംശൂ ഫീ മനാകിബിഹ, അതിന്റെ ചുമലുകളിലൂടെ നിങ്ങൾ നടക്കുക, സഞ്ചരിക്കുക. വകുലൂ മിൻ റിസ്ഖിഹി, എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റിസ്ക്, ഉപജീവനം നിങ്ങൾ കഴിക്കുക. വഇലൈഹി നുശൂർ, അങ്ങനെ കാലാകാലം കഴിച്ച് ഇവിടെ ജീവിക്കാനൊന്നും പറ്റില്ല, തിരിച്ച് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് തന്നെയാണ് ചെല്ലേണ്ടത് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു വചനമാണ് സൂറത്തുൽ മുൽക്കിലെ 15-ാമത്തെ വചനം. അവിടെ പറഞ്ഞത് അധ്വാനിക്കാനാണ്, ഭൂമിയിലൂടെ സഞ്ചരിക്കുക. അതിനാണ് ഭൂമിയെ നിങ്ങൾക്ക് വെട്ടാം, കിളയ്ക്കാം, കുഴിക്കാം, കൃഷി ചെയ്യാം, എന്തിനും പാകപ്പെടുത്തപ്പെട്ട നിലയിൽ ഭൂമിയെ നിങ്ങൾക്ക് ആക്കി തന്നിട്ടുണ്ട്. സൂറത്തുൽ മുർസലാത്തിൽ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അലം നജഅലിൽ അർള കിഫാത അഹ്യാഅൻ വ അംവാത, ഭൂമിയെ എല്ലാവർക്കും മതിയായത് പര്യാപ്തമായതാക്കി തന്നില്ലേ? ആർക്കൊക്കെ?
ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും. എന്തൊരു പ്രയോഗമാണെന്ന് നോക്കുക ഖുർആൻ പറഞ്ഞത്. എത്ര മനുഷ്യരാണ് ഓരോ ദിവസവും മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്ത്. നമ്മൾ കണക്കെടുത്ത് നോക്കിയാൽ ഓരോ ദിവസം എത്ര മരണങ്ങൾ ഉണ്ടാകും. ഇതിൽ ബഹുഭൂരിഭാഗവും മണ്ണിനടിയിൽ കുഴിച്ചു മൂടപ്പെടുന്നവരാണ്, കബറടക്കപ്പെടുന്നത്. അല്ലാത്തതുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇതിനൊക്കെ ഉൾക്കൊള്ളുന്നില്ല ഈ ഭൂമി. അതുപോലെ ജനിച്ചു വീഴുന്നവരെത്ര, അതിന് പാകപ്പെട്ട നിലയിൽ ഭൂമി വിശാലമായി വരുന്നില്ലേ, ആവശ്യക്കാർക്ക് കിട്ടി വരുന്നില്ല. ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. വിശുദ്ധ ഖുർആൻ വെറും നിസ്കാരവും നോമ്പും പഠിപ്പിക്കുന്ന ഗ്രന്ഥം മാത്രമല്ല എന്നുള്ളത് തിരിച്ചറിയുക. നമ്മൾ ജീവിക്കുന്നവരാണ്, ഇവിടെ ജീവിക്കുന്നവരാണ്. അതിനുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനും പാഠം ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും മാറേണ്ടതുണ്ടെങ്കിൽ മാറാനും മാറ്റേണ്ടതുണ്ടെങ്കിൽ മാറ്റാനുമാണ് വിശുദ്ധ ഖുർആന്റെ നിർദ്ദേശം. ഇവിടെ പറഞ്ഞത് ഞങ്ങൾ ഭൂമി നിങ്ങൾക്ക് വിധേയമാക്കി തന്നു, അതിന്റെ മുകളിലൂടെ ചുമലിലൂടെ നിങ്ങൾ നടക്ക്, അധ്വാനിക്ക്, അതിൽ നിന്ന് കിട്ടുന്നത് നിങ്ങൾ തിന്നെ. തൊഴിലിനെ കുറിച്ചാ പറഞ്ഞത്, അധ്വാനത്തെ കുറിച്ചാ പറഞ്ഞത്. ജുമാ ദിവസമാണല്ലോ നമ്മളിവിടെ വന്നിരിക്കുന്നു. ഇതൊരു ആഹ്വാനത്തിന്റെ മറുപടിയാണ്, അള്ളാഹുവിന്റെ ഒരു കൽപ്പനയുടെ മറുപടിയാണ്. എന്താ കൽപ്പന? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ. കച്ചവടമൊക്കെ ഒഴിവാക്കി മാറ്റിവെച്ച് അള്ളാന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് വന്നോളി പള്ളിയിലേക്ക്. വെള്ളിയാഴ്ച ദിവസം നിങ്ങളെ വിളിച്ചാൽ ആ വിളിക്ക് ഉത്തരം ചെയ്താണ് ഇപ്പൊ നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. എന്നിട്ട് നമസ്കരിക്കാൻ പറഞ്ഞു, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ആ പുണ്യം നേടാൻ പറഞ്ഞു. പുണ്യം നേടിയതിന് ശേഷം, നമസ്കാരം കഴിഞ്ഞ് അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം, അതുമായി ബന്ധപ്പെട്ട സർവ്വ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പള്ളി ചടഞ്ഞുകൂടിയിരിക്കാനല്ല ഖുർആൻ പറഞ്ഞത്. പള്ളിയിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ചടഞ്ഞുകൂടിയിരുന്നോ ആ ദിവസവും നല്ല പറഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു, നമസ്കാരം കഴിഞ്ഞാൽ ഫന്തശിറൂ ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ വ്യാപിക്കണം, പരക്കണം നിങ്ങൾ. എന്നിട്ട് എന്ത് വേണം? വബ്തഗൂ മിൻ ഫളില്ലാഹ്, അള്ളാഹുവിന്റെ ഫളിലിനെ നിങ്ങൾ ആഗ്രഹിക്കുകയും വേണം. അധ്വാനിക്കാനാണ് പറയുന്നത്. കച്ചവടമാണെങ്കിൽ തിരിച്ച് കച്ചവടത്തിലേക്ക് പോകണം, ജോലിയാണെങ്കിൽ തിരിച്ച് ജോലിയിലേക്ക് പോകണം, കൃഷിയാണെങ്കിൽ തിരിച്ച് കൃഷിയിലേക്ക് പോകണം എന്നുള്ള ഒരു സന്ദേശം. അധ്വാനത്തിന്, ജോലിക്ക്, തൊഴിലിന് നൽകുന്ന പ്രാധാന്യമാണ് ഇവിടെ നമ്മൾ കാണുക. അല്ലാതെ ഇതിൽ നിന്നൊക്കെ വിട്ടു നിന്നുകൊണ്ട് ഇതൊന്നും വേണ്ട, ഇങ്ങനെ ആകാശത്ത് നിന്ന് ഇങ്ങനെ ഓരോ സന്ദർഭത്തിൽ ബനു ഇസ്രായേൽക്കാർക്ക് മഞ്ഞും സെൽവയും ഇറക്കി കൊടുത്തതുപോലെ ഇങ്ങനെ ആകാശത്ത് നിന്ന് ആഹാരം ഇങ്ങനെ ഇറ്റു വീഴും എന്റെ മുമ്പിലേക്കെന്ന് ആരും സ്വപ്നം കാണണ്ട. അധ്വാനിച്ചേ പറ്റൂ. അതിലൂടെ കഴിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായ കാര്യം. പ്രവാചകന്റെ ഒരു വചനമുണ്ട്, നിങ്ങൾ ഓരോരുത്തരും കയറെടുക്കുകയും എന്ന് കാട്ടിലേക്ക് പോയിട്ട് വിറക് വെട്ടി തന്റെ മുതുകത്ത് അത് ചുവന്നു കൊണ്ടുവരികയും എന്നിട്ട് അത് കൊണ്ടുവന്ന് വിൽക്കുകയും എന്നിട്ട് അവന്റെ അഭിമാനത്തെ സംരക്ഷിച്ചുകൊണ്ട് അവൻ ജീവിക്കുകയും ചെയ്യുക എന്നുള്ളത് ജനങ്ങളുടെ മുമ്പിൽ യാചിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. അവർ കൊടുക്കട്ടെ, കൊടുക്കാതിരിക്കട്ടെ. എന്താണ് ആ പ്രവാചകന്റെ സന്ദേശം? എത്രയോ സംഭവങ്ങൾ പ്രവാചകന്റെ മുമ്പിൽ വന്ന് ചോദിച്ചവരോട് പ്രവാചകൻ ഇതിന് പ്രേരിപ്പിക്കുന്ന കാണാം. അല്ലാതെ എന്തെങ്കിലും കൊടുത്ത് ഇനിയും അടുത്ത ദിവസം വരുമ്പോ പിന്നെയും കൊടുത്ത്, അങ്ങനെയല്ല. ആ രൂപത്തിലാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. തൊഴില്, ജോലി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കുള്ള പ്രാമുഖ്യമാണ് കാണുന്നത്. നിങ്ങൾ നോക്കുക, പ്രവാചകന്മാർ മനുഷ്യർക്ക് മാർഗദർശകന്മാരായി അള്ളാഹു നിയോഗിച്ചവരാണ് എല്ലാ പ്രവാചകന്മാരും. ആ പ്രവാചകന്മാരൊക്കെ ഏതെങ്കിലും തന്റെ വിശ്വസ്തരായ ഒരു അനുയായിയോട് എനിക്ക് ഇന്നത് വേണം എന്ന് പറഞ്ഞാൽ അതിനപ്പുറം കൊണ്ടുവന്ന് മുന്നിൽ വെച്ചു കൊടുക്കാൻ സജ്ജരാണ് ആ അനുയായികളൊക്കെ. പക്ഷെ ആ പ്രവാചകന്മാരും ആരും ആ ഒരു മാർഗം സ്വീകരിച്ചില്ലല്ലോ. ആ പ്രവാചകന്മാർ ജോലി ചെയ്തു, അവർക്ക് ആവശ്യപ്പെട്ടാൽ എന്തും കിട്ടുമായിരുന്നു. പക്ഷെ അവർ സ്വയം അധ്വാനിക്കുകയാണ് ചെയ്തത്. അവരിൽ കൃഷിപ്പണി ചെയ്തവരുണ്ട്, കൂലിപ്പണി ചെയ്തവരുണ്ട്, കൂലിക്ക് കച്ചവടത്തിന് പോയി പൈസ സമ്പാദിച്ചവരുണ്ട്, ആടുകളെ മേയിച്ചവരുണ്ട്, ആശാരിപ്പണി എടുത്തവരുണ്ട്, കൽപ്പണി എടുത്തവരുണ്ട്. പ്രവാചകന്മാരെയാണ് ഞാൻ ഈ പറയുന്നത്. അവരുടെ പിൻഗാമികളായ നമ്മൾ ജോലിയൊന്നും ചെയ്യൂല, ഞങ്ങൾ വൈറ്റ് കോളേഴ്സ് ആണെന്നുള്ള മനോഭാവത്തോടു കൂടി ഇരിക്കുകയാണെങ്കിൽ ഇരിപ്പേ ഉണ്ടാവുള്ളൂ.
അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനോ അങ്ങനെയുള്ളവരെ സഹായിക്കാനോ ഒന്നും ഉള്ള ഉത്തരവാദിത്വം നമുക്കില്ല. മറിച്ച് ഇതൊക്കെ ചെയ്യേണ്ടതുപോലെ ചെയ്തുകൊണ്ട് അധ്വാനിക്കേണ്ടത് അധ്വാനിച്ചുകൊണ്ട് രണ്ടറ്റവും കൂട്ടിമുട്ടാൻ സാധിക്കുന്നില്ല, കൂട്ടിമുട്ടിക്കാൻ കഴിയുന്നില്ല എന്ന് നമുക്ക് ബോധമുണ്ടെങ്കിൽ അവരെ നമ്മളെ സഹായിക്കണം. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഇത് എവിടുന്നെങ്കിലും കിട്ടിക്കോളും എന്ന് വിചാരിച്ചാൽ ഒരു പണിയും ചെയ്യാൻ പോകൂല, ഒന്നിനും പോകൂല. അതാണ് മൊത്തം നമ്മൾ കാണുന്ന കാര്യം. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നു എന്ന് വിചാരിക്കരുത്. അതുകൊണ്ടാണ് പ്രവാചകന്മാരെ കുറിച്ച് ഇങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ അവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനമുണ്ട്. ഒരൊറ്റ മനുഷ്യനും തിന്നുന്ന ആഹാരത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ആഹാരം സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ച് തിന്നുന്നതിനേക്കാൾ ഉത്തമമായ, ഉത്കൃഷ്ടമായ, ഉദാത്തമായ ഒരാഹാരവും ആരും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹുവിന്റെ പ്രവാചകനായ ദാവൂദ് തന്റെ കൈ കൊണ്ട് അധ്വാനിച്ച് ജീവിച്ചിരുന്ന ആളായിരുന്നു എന്ന്. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അധ്വാനിക്കാനാണ് പറയുന്നത്, തൊഴിലെടുക്കാൻ, ജോലി ചെയ്യാൻ, എന്നിട്ട് അള്ളാഹുവിന്റെ ഫളൽ അന്വേഷിക്കാൻ, അല്ലാതെ ഇങ്ങോട്ട് പൊട്ടി വീഴൂല. ഉറപ്പായ കാര്യം. അത് ഏത് തരത്തിലും ഹലാലായ ഏത് ജോലി, അള്ളാഹു ഹറാമാക്കാത്ത നിഷിദ്ധമാക്കാത്ത ഏത് ജോലിയും അനുവദനീയമാണ്. അതിൽ നിന്ന് കിട്ടുന്നത് എന്തായാലും അതാണ് ബർക്കത്തുണ്ടാവുക. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതുമായി ബന്ധപ്പെട്ട് ഇനി ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ, ഇതിന്റെ പ്രാധാന്യം നമ്മൾ വിലയിരുത്തുമ്പോൾ, ഇപ്പൊ ഈ ജോലി, തൊഴില് എന്നൊക്കെ പറയുമ്പോൾ നൽകുന്നവരും അത് ചെയ്യുന്നവരുമായ ആൾക്കാരുണ്ടാവും. എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ മുതലാളിമാരല്ല, എല്ലാവരും അങ്ങ് ഇങ്ങയിടയിലല്ല. അത് ആ രൂപത്തിലാണ് സംവിധാനം എന്നുള്ളത് നമ്മൾ ഓർക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ജോലി നൽകുന്നവരോടും അതുപോലെ തന്നെ ജോലി എടുക്കുന്നവരോടും അതൊക്കെ ഇസ്ലാമിന് കാഴ്ചപ്പാടുണ്ട്. അതൊക്കെ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. എങ്ങനെയെങ്കിലും കച്ചവടം ചെയ്യുക, എങ്ങനെയെങ്കിലും ജോലി ചെയ്യുക, എങ്ങനെയെങ്കിലും തൊഴിലെടുക്കുക, എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കൃഷി, അങ്ങനെയല്ല. അതിനൊക്കെ ഉണ്ട് വ്യക്തമായ രൂപം. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തൊഴിൽ രംഗത്ത്, ജോലി രംഗത്ത് ഉച്ചനീചത്വങ്ങളും വിവേചനങ്ങളും ഉണ്ടായിക്കൂടാ എന്നുള്ളത് പൊതുവെ ഇന്ന് ലോകത്ത് അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. അതിനുവേണ്ടി ബഹളം ഉണ്ടാക്കുന്ന, ചൂഷണം ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടായിക്കൂടാ. അതിനുവേണ്ടി ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലത്തു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു പണിയും ചെയ്യാതെ എങ്ങനെ ജീവിക്കാം, എങ്ങനെ സമ്പത്ത് ഉണ്ടാക്കാം എന്ന് ആലോചിക്കുന്ന തലമുറ വളർന്നു വരുന്ന കാലവും കൂടിയാണ് എന്നതുകൊണ്ട് ഇത് രണ്ടും നമ്മളൊന്ന് യോജിപ്പിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ ജോലിക്കാരെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിലുള്ള കാര്യം പറഞ്ഞു. ഇനി ജോലിക്കാരന്, തൊഴിലാളി എന്നുള്ള നിലയിൽ, ജോലി ചെയ്യുന്നവൻ എന്നുള്ള നിലയിൽ ഉടമസ്ഥനിൽ നിന്ന് കിട്ടേണ്ടത്, സർക്കാരായാലും ശരി മറ്റാരായിരുന്നാലും ശരി അവരിൽ നിന്ന് കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശം, എന്ത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലിക്ക് അനുസൃതമായ കൂലി കിട്ടുക എന്നുള്ളതാണ്. അത് അവന്റെ അവകാശം. ഇത് പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ച കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അഅ്തുൽ അജീറ അജ്റഹു ഖബ്ല അൻ യജിഫ അറഖുഹു. ജോലി ചെയ്യുന്നവന്, തൊഴിലെടുക്കുന്നവന് അതിന്റെ പ്രതിഫലം അവന്റെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് കൊടുക്കണമെന്നാ പറഞ്ഞത്. കൊടുക്കാതിട്ട് അവനെ പറ്റിച്ച്, അവനെ ചൂഷണം ചെയ്ത്, അവനെ പ്രയാസപ്പെടുത്തി ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഇതൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യന്റെ മുമ്പിൽ പറഞ്ഞു വെച്ച കാര്യമാണ്. ഇതിനു വേണ്ടിയിട്ടാണ് സമരം നടക്കുന്നത്. സാധാരണ കൂലി കിട്ടിയില്ല. ആശാവർക്കർമാർ നമ്മൾ കുറെ കണ്ടതാണ്. അവർ തന്നെ ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് സമരം. അവർ ചെയ്യുന്ന ജോലിക്ക് അനുസൃതമായ കൂലി അവർക്ക് കൊടുക്കണം. അത് അവകാശമാണത്. ആ അവകാശത്തെ അംഗീകരിക്കാത്ത ദർശനങ്ങളില്ല. പരിശുദ്ധ ഇസ്ലാം പ്രത്യേകിച്ചത് പറയുന്നു. തന്നെയുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖിയാമത്ത് നാളിൽ 3 വിഭാഗം ആളുകൾക്കെതിരെ ഞാൻ സാക്ഷി പറയും. 3 വിഭാഗത്തെ എണ്ണി പറയുന്നുണ്ട്, അത് മുഴുവൻ പറയുന്നില്ല. അതിലൊരു വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വറജുലുൻ ഇസ്തഅജറ അജീറൻ ഫസ്തൗഫാ മിൻഹു വലം യുഅതിഹി അജ്റഹു. എത്ര കൃത്യമായിട്ടാ പറഞ്ഞെന്നു. ഒരാളെ കൂലിക്ക്, വേലയ്ക്ക് വിളിക്കുന്നു. വേല ചെയ്യേണ്ടതുപോലെ അയാൾ ചെയ്തു, പൂർണ്ണമായും ചെയ്യേണ്ട രൂപത്തിൽ അയാൾ ചെയ്തു. എന്നിട്ട് വലം യുഅതിഹി അജ്റഹു, അവന്റെ കൂലി അവന് കൊടുക്കാത്തവൻ പരലോകത്ത് വന്നാൽ ഞാൻ അവനെതിരിൽ സാക്ഷി നിൽക്കുന്നാ പറഞ്ഞത്.
അപ്പൊ എന്തുമായിട്ടാണ് ഇതിനെ ബന്ധപ്പെടുത്തേണ്ടത്? ആ പ്രവാചകന്റെ ഈ അധ്യാപനം ഏതുമായി ബന്ധപ്പെടുത്തണം? നിസ്കാരവും നോമ്പും മാത്രം മതി, അതിനൊക്കെ റസൂൽ എതിരുണ്ടാവുള്ളൂ, ഖുർആൻ ഓതാത്തതിന്റെ പേരിൽ റസൂൽ എതിർ സാക്ഷിയാവുന്നൊക്കെ എപ്പോഴും നമ്മൾ കേൾക്കും. ഇത് കേൾക്കൽ കുറവാണ്, കേൾക്കാറേ ഇല്ല പലപ്പോഴും. അങ്ങനെയല്ല. 3 വിഭാഗം ആൾക്കാരെ കുറിച്ച് പറഞ്ഞതിൽ 3ാമത്തെ വിഭാഗം ഇതാ: കൂലിക്ക് ആളിനെ വിളിച്ചിട്ട് അവന്റെ കൂലി കൊടുക്കാത്തവൻ, അവനെതിരിൽ ഞാൻ സാക്ഷി നിൽക്കുമെന്ന് പറഞ്ഞു. പിന്നൊന്ന് മാന്യമായ പെരുമാറ്റം. തന്നെ ഈ കൂലി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻഗാമികളുടെ ഒരു സംഭവം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇത്തിരി ദീർഘമായ ചരിത്ര കഥയാണ്, അതിലെ പൂർണ്ണമായും പൂർണ്ണമില്ല, കുറച്ചൊക്കെ നമുക്കറിയാം, നമ്മൾ കേൾക്കുന്നതുമാണ്. 3 ആളുകൾ ഇങ്ങനെ പോയൊരു ഗുഹയിൽ അകപ്പെട്ടു. ഗുഹയിൽക്കകത്ത് കയറിയപ്പോഴേക്കും അതിന്റെ മുകളിലേക്ക് വലിയൊരു പാറക്കല്ല് വന്ന് ഗുഹ അങ്ങോട്ട് അടഞ്ഞു. ഇത് ആരും അറിയുന്നില്ല, ഇവർ 3 പേരും മാത്രമേ അറിയുന്നുള്ളൂ, പിന്നെ റബ്ബും. അവര് പരസ്പരം പറഞ്ഞു, നമ്മൾ ചെയ്ത ഏതെങ്കിലും ഒരു സൽക്കർമ്മം എടുത്തു പറഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാതെ നമുക്ക് ഇതിൽ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറയും. ഇതിൽ ഒരുപാട് മെസ്സേജുകളുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന അമലുകൾ, ആ അമലുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ എടുത്തു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിക്കും എന്നാണ് ഒന്ന് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ വല്ലതും ഉണ്ടോ എന്റെ നിങ്ങളുടെ കയ്യിൽ? എടുത്തു പറയാം. ഒരപകടത്തിൽപ്പെട്ട്, ഒരു പ്രയാസത്തിൽപ്പെട്ട് ഞെരുങ്ങുമ്പോൾ, റബ്ബേ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തും, നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്തത് എന്ന് പറയാൻ, ആധികാരികമായി പറയാൻ എനിക്കോ നമുക്കാർക്കെങ്കിലും ഉണ്ടെങ്കിൽ വളരെ ഭാഗ്യം. അതാണ് ഒന്ന് പറഞ്ഞത്. അപ്പം ഓരോരുത്തരും അവരവരുടെ കാര്യം പറഞ്ഞു. ഒരാൾ മാതാപിതാക്കൾക്ക് ചെയ്ത നന്മയാണ് പറഞ്ഞത്, വിശദീകരിക്കുന്നില്ല. 2ാമത്തെ ആള് പറഞ്ഞത്, ഒരു സ്ത്രീ, ഒരു സുന്ദരിയായ സ്ത്രീയെ ഒരുപാട് കാലം ആശിച്ചിട്ട്, അവളുടെ ശരീരം പങ്കിടാൻ ആഗ്രഹിച്ചിട്ട് അവൾ അനുവദിക്കാതെ അതിൽ നിന്ന് അവൾ അകന്നകന്നു പോയി, അവസാനം അവൾക്ക് പട്ടിണിയായി. ആ സന്ദർഭത്തിൽ ഈ ചെറുപ്പക്കാരന്റെ സഹായം തേടി വരുമ്പോൾ 120 ദിർഹം ദീനാറ് ഞാൻ നൽകാം, പക്ഷേ എന്റെ ആഗ്രഹം നീ സബലീകരിക്കണമെന്ന് ആ പെണ്ണിനോട് പറഞ്ഞപ്പോൾ നിക്കക്കള്ളിയില്ലാതെ അതിന് ഒരുങ്ങിയ ആ പെണ്ണുമായി ശാരീരിക ബന്ധത്തിന് ഏർപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഒറ്റ വാക്ക്, ഇത്തഖില്ല, മനുഷ്യ നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ അതിൽ നിന്ന് പിന്മാറി. ഈ എടുത്തു പറഞ്ഞുകൊണ്ട് പറഞ്ഞു, പഠിച്ചവനെ നിന്നെ പേടിച്ചുകൊണ്ട് ഞാൻ ചെയ്തതാ, ഞങ്ങൾ അകപ്പെട്ട ഈ ബുദ്ധിമുട്ടിൽ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തുന്ന 2ാമൻ പറഞ്ഞു. 3ാമൻ പറഞ്ഞെന്താണെന്നറിയോ? ഞാൻ കുറെ ആൾക്കാരെ കൂലിക്ക് വിളിച്ചു, ജോലിക്ക് വിളിച്ചു, എല്ലാവരും എന്റെ കയ്യിൽ നിന്ന് കൂലി വാങ്ങിക്കൊണ്ടുപോയി, ഒരാൾ മാത്രം വാങ്ങിയില്ല. അയാൾ കുറെ കാലങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നിട്ട്, അള്ളാഹനെ സൂക്ഷിക്കും മനുഷ്യ, എന്റെ ഒരു അവകാശം നിന്റെ കയ്യിലുണ്ട്, അത് എനിക്ക് തരണോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, ഇക്കാണുന്ന പശുക്കൾ, ഇക്കാണുന്ന ആടുകൾ, ഇക്കാണുന്ന അടിമകൾ, ഇക്കാണുന്ന കൃഷി സാധനങ്ങൾ, ഇത് മുഴുവനും നിനക്ക് അവകാശപ്പെട്ടതാണ്, എടുത്തു എന്ന് പറഞ്ഞു. കേട്ടവായ ആ മനുഷ്യൻ പറഞ്ഞു, മനുഷ്യ നീ അള്ളാഹനെ സൂക്ഷിക്കുക, എന്നെ കളിയാക്കല്ലേ എന്ന് പറഞ്ഞു. ഒരു കളിയാക്കൽ പോലെ നമുക്ക് തോന്നിയില്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ വല്ലാഹി നിന്നെ കളിയാക്കിയതല്ല, നിനക്ക് തരേണ്ട കൂലി കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് ഇത് മുഴുവനും. ഞാൻ വാങ്ങിയ പശുക്കളാണ്, വളർത്തിയ പശുക്കളാണ്, വളർത്തിയ ആടുകളാണ്, ചെയ്ത കൃഷിയാണ്, വാങ്ങിയ അടിമകളാണ്, ഇതൊക്കെ നിന്റെ പൈസ കൊണ്ടുള്ള, നിനക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അത് മുഴുവനും അയാൾ എടുത്തുകൊണ്ടുപോയി. റബ്ബേ, ഞാനിത് ചെയ്തത് നിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ്, ഈ അപകടത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണേ. 3 ആളിന്റെയും പ്രാർത്ഥന കഴിയുന്നതോടുകൂടി ആ പാറക്കൽ അല്പാൽപമായി മാറി മാറി അവർ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇത് കഥയല്ല, ബുഖാരിയും മുസ്ലിമും ഏകോപിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒരുപാട് സന്ദേശമുണ്ടെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അങ്ങനെ വല്ലതും നമ്മുടെ കയ്യിലുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം. അപ്പൊ അത് കൂലി കൊടുക്കാതിരുന്ന് കാലങ്ങൾ കഴിഞ്ഞു വന്നപ്പോൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കൊടുത്ത ഒരു മനുഷ്യന്റെ ആ അവസ്ഥയെ കുറിച്ചാണ് പറഞ്ഞത്. ഇതൊക്കെയാണ് ഇസ്ലാം പഠിപ്പിച്ചു തരുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആൾക്കാരോട് മാന്യമായ പെരുമാറ്റം ഏറ്റവും ആവശ്യമാണ്. അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 10 വർഷക്കാലം ഖിദ്മത്തെടുത്തു, വേല ചെയ്തു പ്രവാചകന് വേണ്ടി. നമുക്കറിയാം ആ സംഭവം. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ പോലും എന്നോട് എന്താ അനസേ നീ ഇത് ചെയ്തത്, എന്താ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാതിരുന്നത് എന്നോട് ചോദിച്ചിട്ടില്ല എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഹദീസുകൾ നമുക്ക് കാണാം. അത് പ്രവാചകൻ.
എനിക്ക് നിങ്ങൾക്കും അത്രത്തോളം ഒന്നും എത്താൻ കഴിയില്ല. പക്ഷെ എന്നാലും നമുക്ക് വിചാരിച്ചാൽ കഴിയും. മാന്യമായ പെരുമാറ്റം നമ്മുടെ കീഴിലുള്ള ആൾക്കാരോട്. അതുപോലെ തന്നെ മോശമായി കാണാതിരിക്കുക ഇവരെ. അതൊരു വലിയ വിഷയമാണ്. നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, അത് ചിലപ്പോൾ നമ്മുടെ നാട്ടുകാരായിരിക്കും, അല്ലെങ്കിൽ ഈ നാട്ടിന് പുറത്തുള്ള അന്യ സ്റ്റേറ്റുകാരായിരിക്കും, ആരോ ആകട്ടെ, ഒരു മനുഷ്യരാണ്, നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അവരോട് മാന്യമായി പെരുമാറണം. അവരോടുള്ള പെരുമാറ്റം അങ്ങനെയാണ്. ഒരു സംഭവം കേൾക്കുങ്ങൾ, മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു തമ്മിൽ ഒരു ചെറിയ വാക്ക് തർക്കം, എന്തോ പ്രശ്നങ്ങൾ അവർ ഉരസി. സ്വാഭാവിക മനുഷ്യരല്ലേ സഹാബികളാണെങ്കിൽ. ഉരസിയ സന്ദർഭത്തില് അവർ സംസാരം ഇങ്ങനെ ഇത്തിരി മൂത്ത് ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ അബൂദർ ഗിഫാർ റളിയല്ലാഹു അൻഹു ഒരു വാക്ക് പ്രയോഗിച്ചു ബിലാലിനോട്. കർത്തവന്റെ മകളെ, കർത്തവളുടെ മകനെ എന്ന് വിളിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹു കർത്തവനാണല്ലോ, ഭയങ്കര കറുപ്പാണ്, നിങ്ങൾക്കൊക്കെ അറിയാം. കാത്തിരിയായ ബിലാലാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ വല്ലാതെ വേദന ഉണ്ടായി. റസൂലിന്റെ അടുക്ക പരാതി പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, എന്നെ ഇങ്ങനെ വിളിച്ചു. അപ്പോ അബൂദർ ഗിഫാർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു നിർത്തിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒറ്റ വാക്ക്, ഇന്നകം ഫീകി ജാഹിലിയ്യ. ഇപ്പോഴും ജാഹിലിയത്തിന്റെ അംശം മനസ്സിൽ നിന്ന് പോകാത്ത ഒരു മനുഷ്യനാണല്ലോ അബൂദർ നീ. എന്താ പറഞ്ഞ വാക്ക്? ആരോടാ പറഞ്ഞത്? അബൂദർ ഗിഫാർ റളിയല്ലാഹു അൻഹുവിനോട്. റസൂലിന് ഇത്ര മാത്രം സ്നേഹമുള്ള യുവ സഹാബി വേറെയില്ല. ആ സഹാബിയോടാണ് ചോദിച്ചത്, പറഞ്ഞത്, നീ പറഞ്ഞ വാക്കിലൂടെ നിന്റെ മനസ്സിൽ ഇപ്പോഴും ജാഹിലിയ്യത്ത് അവശേഷിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് റസൂല് പറഞ്ഞു, ഇഖ്വാനുക്കും ഖവലുക്കും, നിങ്ങൾക്ക് ജോലി ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകൾ, നിങ്ങളുടെ കീഴിൽ പണിയെടുക്കുന്ന ഭൃത്യന്മാർ നിങ്ങളുടെ സഹോദരന്മാരാണ്. ജഅലഹുമുല്ലാഹു തഹത അയ്ദീകും, നിങ്ങളുടെ കീഴിൽ അല്ലാഹു അവരെ കൊണ്ടുവന്നു എന്നേ ഉള്ളൂ. അങ്ങനെ നിങ്ങളുടെ കീഴിൽ ആരെങ്കിലും ജോലിക്ക് വന്നാൽ ഇനി പറയുന്ന നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഫൽയുത്ഇംഹു മിമ്മാ യഅകുൽ, അവൻ തിന്നുന്നതിൽ നിന്ന് അവർക്ക് തിന്നാൻ കൊടുക്കട്ടെ. ആര്? വലിയൽബിസഹു മാ യൽബിസ്, അവൻ ധരിക്കുന്നതിൽ നിന്ന് അവന് ധരിക്കാൻ കൊടുക്കട്ടെ. വലാ തുകല്ലിഫൂഹും മാ യഗ്ലിബുഹും, അവൻ അസാധ്യമായത് നിർബന്ധിച്ച് അവനെ കൊണ്ട് ചെയ്യിക്കരുത്. ഇനി അങ്ങനെ ചെയ്യിക്കേണ്ടി വന്നാൽ ഫഈനൂഹും, അവരോടൊപ്പം നിന്ന് അവരെ നിങ്ങൾ സഹായിക്കണം. സുബ്ഹാനല്ലാഹ്. ഇതാണ് പ്രവാചകൻ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ജോലിക്കാരോടുള്ള മാനസികാവസ്ഥ. ചിന്തിക്കാൻ കഴിയുമോ എനിക്ക് നിങ്ങൾക്കും? ഇത് ഒരിക്കലും കഴിയില്ല. കഴിയുന്നവരുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതിന് ഒരുപാട് ചിന്തിക്കാൻ. ഞാൻ വെറുതെ അല്ല മൈദിനമായിട്ട് ഈ വിഷയം എടുത്തത്. നമ്മൾ ഒരുപാട് ആലോചിക്കാണ്ട്, പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാടുണ്ട് അതുമായി ബന്ധപ്പെട്ട്. ചില കാര്യങ്ങളുമായി പങ്കുവെക്കുന്നു എന്ന് മാത്രം. അതുപോലെ തന്നെ അവർക്ക് മാപ്പ് നൽകണം. അവരും മനുഷ്യരാണ്. മനുഷ്യ സഹജമായ അവരിൽ നിന്നുണ്ടാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ വിട്ടുവീഴ്ച ചെയ്യുക, മാപ്പ് ചെയ്യുക. ഒരിക്കൽ ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ ദൂതരെ, ജോലിക്കാരൻ തെറ്റ് ചെയ്താൽ ആ തെറ്റുകൾക്ക് ഞാൻ എത്ര പ്രാവശ്യം മാപ്പ് നൽകണം? ഞാൻ ചോദ്യം ശ്രദ്ധിച്ചോ? എന്റെ കീഴിൽ ജോലി ചെയ്യുന്നവൻ തെറ്റ് ചെയ്താൽ എത്ര പ്രാവശ്യം ഞാൻ മാപ്പ് കൊടുക്കണം? ഒരു ചോദ്യം ചോദിച്ചു. റസൂൽ മിണ്ടിയില്ല. ചോദ്യം കേൾക്കാഞ്ഞിട്ടില്ല, മിണ്ടിയില്ല. തോന്നിയത് ഉത്തരം പറയാൻ പറ്റില്ലല്ലോ, അതിന്റെ സന്ദേശം വരണം. ചോദ്യം ആവർത്തിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഅഫു അൻഹു ഫീ കുല്ലി യൗമിൻ 70 മറ, ഒരു ദിവസം 70 പ്രാവശ്യം അവന് മാപ്പ് കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ മാപ്പ് കൊടുക്കണമെന്നാ പറഞ്ഞു. ആരോട്? തൊഴിലെടുക്കാൻ വരുന്നവനോട്, ജോലി ചെയ്യാൻ വരുന്നവനോട്. നമ്മൾ അവന്റെ ആരോഗ്യം പരീക്ഷിക്കും, അവന്റെ ശരീരത്തിന്റെ ഓരോ അവയവവും നമ്മൾ പരീക്ഷണത്തിന് വിധേയമാക്കും. എന്തു മാപ്പ്? അവൻ ജോലിക്കാരനല്ലേ. അതാണ് നമ്മളുടെ മനോഭാവം, തിരുത്തപ്പെടേണ്ടതാണ്. അപ്പൊ ഇതാണ്, ഇങ്ങനെയുള്ള ഉത്തരവാദിത്വം ഒരുപാടുണ്ട്. ഇനി തൊഴിലെടുക്കുന്നവർക്ക് തൊഴിലുടമയോട് ബാധ്യതയുണ്ട്. അതിൽ പ്രധാനമായ ഒന്ന്, ഞാൻ ചെയ്യാൻ പോകുന്ന ജോലിക്ക് എനിക്ക് അർഹതയുണ്ടോ, ഞാൻ അതിന് യോഗ്യനാണോ എന്ന് ജോലി തിരഞ്ഞെടുക്കുന്നവൻ തീരുമാനിക്കണം. എനിക്ക് പറ്റാത്ത ജോലി ഞാൻ ഏറ്റെടുത്തിട്ട് ഞാൻ അതിനോട് വഞ്ചന കാണിക്കേണ്ടി വരും, അതൊരു കാര്യം പറയുന്നു. അതുപോലെ
നമുക്കറിയാൻ കഴിയാത്തതോ ചെയ്യാൻ കഴിയാത്തതോ ആയ ജോലികൾ ഏറ്റെടുക്കാതിരിക്കുക. എന്നിട്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ നുണ പറഞ്ഞ് ഓരോ സ്ഥലങ്ങളിൽ എത്തിപ്പെട്ട് അവസാനം പിടിക്കപ്പെടുന്ന വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ കേൾക്കണില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. പിന്നെ ഏത് കാര്യം ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പെർഫെക്ഷനായി ചെയ്യണം, കുറ്റമറ്റ നിലയിൽ ചെയ്യണം. അത് ജോലി ചെയ്യുന്നവന്റെ ബാധ്യതയാണ്. നിങ്ങൾ ആരെങ്കിലും ജോലി ചെയ്യുന്നുവെങ്കിൽ, പണിയെടുക്കുന്നുണ്ടെങ്കിൽ അത് ഇത്തിഖാനോട് കൂടിയായിരിക്കും. ഇത്തിഖാന്റെ അർത്ഥം കുറ്റമറ്റത് എന്നാണ്. ആർക്കും ഒരു ഇത് ചൂണ്ടിക്കാണിക്കില്ലാത്ത വിധം കുറ്റമറ്റത് ഇരിക്കണം. പിന്നെ മറ്റൊന്ന് പറയുന്ന അങ്ങേയറ്റത്തെ വിശ്വസ്തത വേണം. കാരണം എന്നെ ഏൽപ്പിച്ച ജോലി ഒരു അമാനത്താണ് എന്നുള്ള ചിന്ത വേണം. അപ്പൊ ജോലി നന്നാവും, ആത്മാർത്ഥത ഉണ്ടാവും. ഇതൊന്നും ഇല്ലാതെ പോകുന്ന ഈ ഒരു ചിന്ത ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പം വിശ്വസ്തനായിരിക്കുക, വിശ്വസ്തത ഉണ്ടാകുക, ഇതെന്റെ അമാനത്താണെന്നുള്ള ബോധത്തോടു കൂടി അത് ചെയ്യുക. അതുപോലെ തന്നെ വിശ്വസ്തത എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില ഈ സാമ്പത്തികമായ രംഗത്ത് വിശ്വസേൽപ്പിച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ആ പൈസ ഒരു വിധത്തിലും, അതുപോലെ എനിക്ക് ഉപയോഗിക്കാൻ ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിക്കോ സ്ഥാപനത്തിനോ വേണ്ടി എനിക്ക് എന്നെ ഏൽപ്പിച്ച കാര്യം എന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാതെ, ഇതൊക്കെ പറയുന്നുണ്ട്. നിസ്സാരമല്ലാന്ന് ഇത്രയും കേട്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ പരിശുദ്ധ ഇസ്ലാം ഒരു കാര്യവും മനുഷ്യന്റെ മുമ്പാകെ നന്മയുടെ കാര്യം ഒഴിവാക്കി പോയിട്ടില്ല എന്ന് തിരിച്ചറിയുക, മനസ്സിലാക്കുക. ഇത്തരം രംഗങ്ങളിൽ പോലും അള്ളാഹുവിന്റെയും അവന്റെ പ്രവാചകന്റെയും അധ്യാപനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല മനുഷ്യരായ എല്ലാ രംഗത്തും ജീവിക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്തു തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. ഹജ്ജും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ തിരക്കിലാണല്ലോ മുസ്ലിം ലോകം. നമ്മളും ഹജ്ജുമായി ബന്ധപ്പെട്ട് അവിടെ പോകുന്നവർ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ അവർ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളിപ്പം തന്നെ ഒരുങ്ങി തുടങ്ങേണ്ട ചില കാര്യങ്ങൾ നമുക്കുണ്ട്. അതിലൊന്ന് ദുൽഹജ്ജ് 10-ന്റെ അന്ന്, ബലിപെരുന്നാളിന്റെ അന്നും തുടർ ദിവസങ്ങളിൽ നമ്മൾ നടത്തുന്ന ഉളഹിയ്യത്താണ്. ഉളഹിയ്യത്ത് എന്ന പേര് വരാൻ കാരണം ളുഹാ സമയത്ത് ചെയ്യുന്ന ബലി എന്നുള്ള നിലയിലാണ് അത്രേ ഉളഹിയ്യത്ത് എന്നുള്ള പേര് അതിന് വരുന്നത്. മൃഗബലി എന്നൊക്കെ നമ്മൾ സാധാരണ അതിനെ കുറിച്ച് പറയാറുണ്ട്. അതാണ് അതിന് ശരി എന്ന് പറഞ്ഞാൽ ബലിപെരുന്നാൾ ദിവസം രാവിലെ നമസ്കരിക്കുക. അപ്പോഴത്തേക്ക് ഏതാണ്ട് നമ്മൾ സാധാരണ ളുഹാ നിസ്കരിക്കുന്ന സമയത്തേക്ക് എത്തും. അപ്പൊ ബലിമൃഗങ്ങളെ അറുക്കുക. ഇതാണല്ലോ അതിന്റെ ശരിയായ രൂപം. പിന്നെ അതങ്ങനെ നീണ്ട് അന്ന് കഴിയുന്നില്ലെങ്കിൽ അന്ന് ഉച്ചക്കാകാം, പിറ്റേ ദിവസം ആകാം, അതിന്റെ അടുത്തോ അങ്ങനെ അയ്യാമത്തെ തശ്രീഖ് വരെ ആകാം. ഞാനിത് സൂചിപ്പിച്ചത് ഇപ്പൊ ഇതിനു വേണ്ടി ഒരുങ്ങാനുള്ള സമയമായി. സ്വന്തം ബലി അറുത്തു കൊടുക്കുന്നവർ അതിനുള്ള ഉരുക്കളെ, മൃഗങ്ങളെ കണ്ടെത്താനും തേടിപ്പോകാനും ഒരുക്കി നിർത്താനും ഒക്കെ ഒരുങ്ങാനുള്ള സമയമായി. അല്ല, സംഘടിതമായി കൊടുക്കുന്നത് രൂപത്തിലാണ് നാം ചെയ്യുന്നത് എങ്കിൽ അങ്ങനെ സംഘടിതമായി ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവർ നിശ്ചയിച്ചിട്ടുള്ള തുകകൾ എന്താണോ ആ തുക എത്തിച്ചു കൊടുക്കാനുള്ള സമയവും ആയി എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് സൂചിപ്പിക്കുന്നത്. കാരണം നമുക്കെല്ലാറ്റിനും പൈസ ഉണ്ടാവും. ഉദഹ്യത്തിന് കൊടുക്കാൻ ചിലപ്പോൾ നമ്മുടെ പൈസ ഉണ്ടാവില്ല. കാരണം ഞാൻ കോടീശ്വരനല്ല, ലക്ഷാധിപതി അല്ലല്ലോ, എന്തിനാ ഞാൻ കൊടുക്കണം? ഇതാണ് നമ്മുടെയൊക്കെ ചിന്ത. അള്ളാഹ്ക്കറിയാം ആർക്ക് കൊടുക്കാൻ കഴിയും, ആർക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന്. കൊടുക്കാൻ കഴിയുന്ന ഒരുത്തൻ മൻ വജദ സഅത്തൻ, അതിനുള്ള സൗകര്യമുണ്ട്, കൊടുക്കാൻ കഴിവുണ്ട്, ഇതൊക്കെ ഉണ്ടായിട്ടും ഫലം യുളഹി, അതിനു വേണ്ടി ഒരുങ്ങാത്തവൻ എന്ത് വേണ്ട? ഫലാ യഖ്റുബന്ന മുസല്ലാന, ബലിപെരുന്നാൾ നമസ്കാരത്തിന്റെ മുസല്ലയിലേക്ക്, ഈദ്ഗാഹിലേക്ക് അവർ വരണ്ട. ഇതാണ് പ്രവാചകൻ പറഞ്ഞ ഗൗരവം. അപ്പൊ അതുകൊണ്ട് ആ ഗൗരവത്തോടു കൂടി തന്നെ കാണുക. ഓരോരുത്തർക്കും അറിയാം എനിക്കിതിന് കഴിയോ കഴിയില്ല എന്നുള്ളത്. അതെങ്ങനെയാണ്? ഒരു കുടുംബത്തിന് ആ കുടുംബനാഥൻ ഒരാടിനെ അറുത്തു കൊടുത്താൽ ബാധ്യത കഴിഞ്ഞു എല്ലാവരുടെയും. അതല്ല, കഴിയുന്നില്ലെങ്കിൽ ഷെയർ ചേരാം. ഷെയർ പിന്നെ 7 പേര് ഷെയർ ചേർന്ന് ഒരു മൃഗത്തെ അറുക്കാം.
ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഓരോ നാടുകളിലും മഹല്ലുകളിലും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടാകും ഇതിന്റെ തുകകൾ. ആ തുകകൾ എവിടെയാണോ ഉള്ളത് അവരവിടെ ഏൽപ്പിക്കുക. നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്താറുള്ളതിൽ ആടിന് നിശ്ചയിച്ചിരിക്കുന്നത് 16,500 രൂപയും ഷെയർ 10,000 രൂപയുമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് ചിലപ്പോൾ കൂടിയോ കുറഞ്ഞോ ഒക്കെ മറ്റു പല സ്ഥലങ്ങളിലും കാണാം. ഓരോരുത്തർ എവിടെയാണോ സൗകര്യം അത് ചേർന്നുകൊണ്ട് ഇതിന്റെ ഉത്തരവാദിത്വം നിറവേറ്റുക. ഇതിന് തലേ ദിവസം വരെ കാത്തിരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് കുറച്ച് മുൻകൂട്ടി അറിയിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും യഥാവിധി ജീവിതത്തിൽ പകർത്തി ധന്യരും സൗഭാഗ്യവാന്മാരും സൗഭാഗ്യവതികളുമായി തീരാൻ നമുക്ക് ഏവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ഈ സന്ദർഭത്തിൽ 2-3 പേരെ ഞാൻ അനുസ്മരിക്കുകയാണ്. ഒന്ന്, പണ്ഡിതനും ഇസ്ലാഹി ആദർശ രംഗത്ത് ദഅ്വാ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന അബ്ദുൽ കരീം ബാത്തവി അടിവാട് സ്വദേശിയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം ചെയ്ത എല്ലാ സേവനങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മനുഷ്യ സഹജമായി വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. മറ്റൊന്ന്, നമ്മളുടെ ഈ സ്കൂളിലെ അധ്യാപികയായ റസിയ എന്ന് പറയുന്ന ടീച്ചറിന്റെ മാതാവ് ഇന്ന് ഒരു ഏതാനും മണിക്കൂറുകൾ മുമ്പാണ് നമ്മളൊക്കെ മയ്യത്ത് നിസ്കരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. മറ്റൊന്ന്, നമ്മുടെ ഈ പള്ളിയിൽ സ്ഥിരമായി വരാറുള്ള ഖാലിദ് സേട്ട്, പലർക്കും അറിയാം അദ്ദേഹത്തിന്റെ മരുമകൻ ദുബായിൽ വെച്ച് മരണപ്പെട്ടു. മുഹമ്മദ് അസ്ലം സേട്ട് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മയ്യത്ത് അവിടെ തന്നെ ഖബറടക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അതുപോലെ ഞാൻ 2-3 വെള്ളിയാഴ്ച മുമ്പ് ഒരു കുഞ്ഞു മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചവിടെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഹാഫിളാണ്, +1 വിദ്യാർത്ഥിയാണ്. പെട്ടെന്ന് +1 ആദ്യത്തെ ദിവസങ്ങൾ അതൊന്ന് മനസ്സിലാക്കേണ്ട വിഷയം. അപ്പോഴേ ആമീൻ്റെ ഒരു ഇതുള്ളൂ. +1 ചേർന്ന് ആ ദിവസം കുളിച്ചു കഴിഞ്ഞതിന് ശേഷം സ്വന്തം പോകാൻ വേണ്ടി സ്വന്തം റൂമിൽ ഡ്രസ്സ് മാറാൻ കയറിയ കുട്ടിയാണ്. ഞാൻ പറഞ്ഞു എൻ്റെ ഒരു സുഹൃത്തിന്റെ മകനാണെന്ന് പറഞ്ഞു. റിയാദിലാണ് സംഭവം. ഇറങ്ങി വരാതെ ആയപ്പോൾ ഉമ്മ ചെന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ അവിടെ കിടക്കുകയാണ് ആള്. ഹൃദയസ്തംഭനം. കുറേ ദിവസങ്ങൾ പരമാവധി അവർ പരിശ്രമിച്ചു. അവിടുത്തെ ഏറ്റവും വലിയ ആശ കഴിഞ്ഞ ദിവസം ആ കുഞ്ഞു വിട പറഞ്ഞു. ആ മാതാപിതാക്കളുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ചു. ഹാഫിളാണ്, അവനെ ഇമാമത്ത് നിർത്തിയിട്ടാണ് ഉമ്മയും ബാപ്പയും അവന്റെ പിന്നിൽ നിന്ന് നിസ്കരിച്ചിരുന്നത്. വലിയ പ്രതീക്ഷയോടുകൂടി വളർത്തിക്കൊണ്ടുവന്നു. നമുക്ക് ഇല്ലേ ഇങ്ങനെയുള്ള മക്കളും പേരക്കിടാക്കളും. അതിനെ അതിജയിക്കാനുള്ള തൗഫീഖ് അല്ലാഹു ആ മാതാപിതാക്കൾക്ക് നൽകുമാറാകട്ടെ. ആ കുഞ്ഞിനെ പരലോകത്ത് അവരുടെ കൈ പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ അല്ലാഹു അവസരം ഒരുക്കി കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ രോഗം കൊണ്ട് വിഷമിക്കുന്ന പലർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഒക്കെ രോഗം ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. മാരകമായ രോഗം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. അവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ളവരുടെ ആഖിബത്ത് നന്നാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ നാടിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളും ചൊരിഞ്ഞു തരുമാറാകട്ടെ. പരസ്പരം നല്ല സഹകരണത്തോടു കൂടിയുള്ള ജീവിതം നയിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അല്ലാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان.